ശ്രീ ചിഞ്ചുറാണി മാഡത്തെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊടുക്കും. എല്ലാവരും നിൽക്കട്ടെ. പ്രസിഡന്റ് കയറി മുമ്പോട്ട് കയറി നീ കയറിക്കോ, മുമ്പോട്ട് കയറിക്കോ. ബാക്കിലേക്ക് ബാക്കിയുള്ളൂ. ഓക്കെ. കൊടുക്കുന്നു. ഇപ്പുറത്തോ സാരി പ്രസന്റ് കയറുക. വേറെ അല്ലാതെ അറസ്റ്റ് പ്രിയപ്പെട്ട അധ്യക്ഷൻ, തിരുവാതിര മഹോത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ ശ്രീ PR സുരേന്ദ്രൻ പിള്ള, നമുക്കേവർക്കും സ്വാഗതം പറഞ്ഞ മഹോത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ സുജീഷ് ലാൽ, കടയ്ക്കൽ അമ്മയുടെ സ്വാതന്ത്ര്യ പദ്ധതി ധനസഹായ വിതരണം ഇന്നിവിടെ നടത്തുന്നത് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ M നസീർ അവർ, എൻഡോമെന്റ് വിതരണം നടത്തുന്ന കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ S ഷാനി, അതോടൊപ്പം തന്നെ ഇന്നിവിടെ സമ്മാനദാനം നിർവഹിക്കുന്ന കിംസാറ്റിൻ്റെ ചെയർമാൻ കൂടിയായ ശ്രീ S വിക്രമൻ, RDO സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് പുനലൂരിൻ്റെ ശ്രീ സുരേഷ് ബാബു, ശ്രീ B ആദർശ് വൈസ് പ്രസിഡന്റ് കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത്, അതോടൊപ്പം തന്നെ ശ്രീ സുനിൽ കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, ശ്രീ കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട ശ്യാമള, ശ്രീ R ഗോപകുമാർ ക്ഷേത്രോപദേശക സമിതിയുടെ പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ ശ്രീ S ബിജു സെക്രട്ടറി ക്ഷേത്ര ഉപദേശക സമിതി, ജോയിന്റ് സെക്രട്ടറി തിരുവാതിര മഹോത്സവ കമ്മിറ്റിയുടെ ശ്രീ പത്മകുമാർ, പ്രിയപ്പെട്ട ശ്രീ P മനോജ് വൈസ് പ്രസിഡന്റ് തിരുവാതിര മഹോത്സവ കമ്മിറ്റി, പ്രിയപ്പെട്ട ശ്രീ സനൽ ഉൾപ്പെടെയുള്ള പ്രിയങ്കരായ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളെ,
സഹോദരി സഹോദരങ്ങളെ, പ്രിയങ്കരായ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ആഘോഷ പ്രിയപ്പെട്ടവർ, അതോടൊപ്പം തന്നെ പത്രമാധ്യമ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 14 ദിവസമായി വളരെ ഗംഭീരമായ ഒരു വലിയ മഹോത്സവമാണ് നമ്മുടെ ഈ കടക്കിൽ നടന്നത്. തിരുവാതിര ദിവസം എനിക്കിവിടെ ഒന്ന് വരാൻ കഴിഞ്ഞു. എന്തോ ഒരു ജനം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വലിയ ജനപ്രവാഹം തന്നെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. മറ്റെങ്ങും ഇത്രയധികം ജനം കൂടുന്ന ഒരവസരം എൻ്റെ മുന്നിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഞാൻ പോയിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും. കഴിഞ്ഞ 4 വർഷവും ഈ കടയ്ക്കൽ തിരുവാതിര മഹോത്സവത്തിൽ പങ്കെടുക്കുവാൻ അവസരം കിട്ടിയ ഒരു വ്യക്തി കൂടിയാണ്. ഒട്ടേറെ ഭക്തജനങ്ങളെ സാധിക്കുന്നു. പലപ്പോഴും അത്ഭുതത്തോടു കൂടി കാണുവാൻ സാധിക്കുന്നത്, ഉത്സവം കഴിഞ്ഞാലും ഇവിടെ വിട്ടുപോകുവാൻ പോലും പറ്റാത്ത തരത്തിൽ ഒരുപക്ഷെ അമ്പലമുറ്റത്ത് തന്നെ കിടന്നുറങ്ങുന്ന തരത്തിലേക്ക് നമ്മുടെ ഭക്തജനങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രയും ബൃഹത്തായ നിലയിൽ ഈ 15 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവാതിര മഹോത്സവമാണ് നമ്മുടെ ഈ കടയ്ക്കലിനെ സംബന്ധിച്ച് ഇത്രയധികം കടയ്ക്കലിനെ ഉയർത്തിക്കാട്ടുന്നത് എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കുവാൻ സാധിക്കും. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ നിലമേൽ നിന്ന് ഇങ്ങോട്ട് ഈ റോഡ് വഴി വരുമ്പോൾ ഒരു വാഹനം പോലും നല്ലതുപോലെ ഓടിപ്പോകുവാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ തിരക്കുകളാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളത് എടുത്തു കാണിക്കുന്ന ഒന്നാണ്. നമ്മുടെ എടുപ്പുകുതിരകൾ ഉൾപ്പെടെ നമ്മുടെ ഈ പല ഭാഗങ്ങളിലായിട്ട് അതിനെയൊക്കെ ഒരുക്കുമ്പോഴും അത് കാണുവാനും അത് കേൾക്കുവാനും എത്തുന്ന അനേക ആയിരത്തിനെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഒരു നാട് മുഴുവൻ ഉണർന്നു വന്ന് നമ്മുടെ ഈ അമ്പലമുറ്റത്ത് കൂടുന്നതായിട്ടാണ് പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ നമുക്ക് പൊങ്കാല അർപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെയൊക്കെ ഒരു ഘട്ടത്തിൽ എനിക്ക് കാണുവാൻ സാധിച്ചു. ആരുടെയും അനുമതി വേണ്ട, കടയ്ക്കൽ അമ്പലത്തിലേക്ക് വരണം എന്ന് പറയുമ്പോൾ ഒരു വീട്ടുകാരും എതിർക്കില്ല. ആർക്കും എതിർക്കാതെ എല്ലാവർക്കും വരുന്ന ഒരു സ്ഥാപനമായി നമ്മുടെ ഈ അമ്പലം മാറി എന്നുള്ളത് എടുത്തു കാണിക്കേണ്ടതുണ്ട്. ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗക്കാരെയും ഒരുപോലെ കാണുന്ന ഒന്നാണ് നമ്മുടെ ഈ കടയ്ക്കൽ. ആ കടയ്ക്കൽ അതിൻ്റെ തിരുവാതിര എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ല മാത്രമല്ല, കൊല്ലം ജില്ലയിൽ നിന്ന് എത്രയോ അപ്പുറത്തുള്ള ധാരാളം ആൾക്കാർ നമ്മുടെ ഈ മഹോത്സവം കാണുവാൻ ഇവിടെ എത്തുന്നത് വളരെ അത്ഭുതത്തോടു കൂടിയാണ് കാണുന്നത്. ഈ അവസരത്തിൽ നമ്മുടെ ഈ തെക്കും തിരക്ക് ഇന്ന് സമാപനമായിട്ട് പോലും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ മുഴുവൻ ജനവിഭാഗങ്ങളും നമ്മുടെ ഇവിടെ എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഒട്ടേറെ ആൾക്കാർ നമ്മുടെ റോഡിലൂടെ വന്നപ്പോൾ തന്നെ ധാരാളം കൂട്ടങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് ഒട്ടേറെ ആൾക്കാർ നമ്മുടെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. ഇവിടുത്തെ ഒരു പ്രത്യേകത നമുക്ക് കാണുവാൻ സാധിച്ചത് നമുക്കറിയാം, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴക്കില്ലാതെ മറ്റ് ഇതര കാര്യങ്ങളിൽ ഏർപ്പെടാതെ മുന്നോട്ട് പോകുന്ന ഒരുപക്ഷെ നമ്മുടെ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ മഹോത്സവം അല്ലെങ്കിൽ തിരുവാതിര മഹോത്സവം നടക്കുന്ന ഒരു പ്രദേശമായിട്ട് നമ്മുടെ കടയ്ക്കൽ മാറി എന്നുള്ളത് അഭിമാന പുരസ്സരം നമുക്ക് പറയുവാൻ കഴിയും. സാധാരണ ഉത്സവം എന്ന് പറയുമ്പോൾ ആ ഉത്സവ പറമ്പിലൊക്കെ ചെല്ലുമ്പോൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്നതും ചിലപ്പോൾ കയ്യിലിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ കടയ്ക്കൽ ഇത്രയധികം ആൾക്കാർ കൂടിയിട്ട് പോലും അത്തരത്തിലുള്ള ഒരു അവസരം നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയുവാൻ സാധിക്കും എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി ഓരോരുത്തരും ചിന്തിക്കുന്ന നാളെ മുതൽ നമ്മൾ എന്താണ്? നമ്മുടെ വീടുകളിൽ തന്നെ അതിൻ്റെ ഒരു വലിയ ഉത്സവം, വലിയ ആഘോഷങ്ങൾ, വലിയ എല്ലാവരെയും വിളിച്ചു വരുത്തി അവർക്കൊക്കെ ഭക്ഷണം ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ആഘോഷമായി നമ്മളത് കൊണ്ടാടുകയും അവരെല്ലാം നമ്മൾ അമ്പലമുറ്റത്തേക്ക് ആകർഷിക്കുവാനും ഒക്കെ നമുക്ക് കഴിയും. നാളെ മുതൽ നമ്മുടെ ബന്ധുക്കളും നമ്മുടെ വീട്ടുകാരും എല്ലാം പരസ്പരം അവരെല്ലാം അവരവരുടെ വീടുകളിലേക്ക് പോകുന്നൊരവസ്ഥ ഒരുപക്ഷെ അതിനും വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വലിയ സന്തോഷം തരുന്ന ഒന്നാണ് ഇത്തരത്തിൽ ഈ കഴിഞ്ഞ 15 ദിവസവും ഇവിടെ അരങ്ങേറിയത് എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത്. അതുമാത്രമല്ല, അമ്പല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ സ്വാന്തന പരിചരണം ഉൾപ്പെടെ കൊടുത്തുകൊണ്ട്
ഒട്ടും അസുഖമായി വീട്ടിൽ കിടപ്പുള്ള ആൾക്കാർക്ക് പോലും ഒരാശ്വാസം എന്ന നിലയ്ക്ക് അവർക്കൊക്കെ ചെറിയ ചെറിയ സഹായങ്ങൾ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ ഇവിടുത്തെ ആഘോഷ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷവും അത് കാണുവാൻ അവസരം കിട്ടിയ ഒരു വ്യക്തി കൂടി ആയതുകൊണ്ടാണ് ഞാൻ അത് ചൂണ്ടിക്കാണിച്ചത്. അത്തരത്തിൽ സാധാരണക്കാരെ പോലും സംരക്ഷിക്കുവാൻ, അവർക്ക് വേണ്ടുന്ന സ്വാതന്ത്ര്യം കൊടുക്കുവാൻ കഴിയുന്ന ഒരു വേദിയായിട്ട് നമ്മുടെ ഈ വേദി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് മുൻകൈ എടുക്കുന്നത് നമുക്കറിയാം ഈ തിരുവാതിര മഹോത്സവ കമ്മിറ്റിയാണ്. അവരെ ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യത്തിൽ നമ്മുടെ ഈ സമാപന യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ നസീർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ആഘോഷ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ PR സുരേന്ദ്രൻപിള്ള, ഇവിടെ ഈ സമാപന സമ്മേളനം ആയിരക്കണക്കിന് ബഹുജനങ്ങൾ പങ്കെടുത്ത ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ കേരളത്തിൻ്റെ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി A. ചിഞ്ചുറാണി, വേദിയിലുള്ള വിക്രം സഖാവ്, RDO ശ്രീ സുരേഷ് ബാബു, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ സുജീഷ് ലാൽ, കടക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാനി ഉൾപ്പെടെ ഈ വേദിയിലിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും എല്ലാം ഇത് എടുത്തു പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എല്ലാവരുടെയും പേര് ഞാൻ പറഞ്ഞതായി കണക്കാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ആഘോഷ പരിപാടിക്കിന്ന് സമാപന സമ്മേളനത്തിൽ ഒത്തുകൂടിയിരിക്കുന്ന ഭക്തജനങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 15ാമത്തെ ദിവസം ഇന്ന് കടക്കൽ തിരുവാതിര കൊടിയറകൾ നേരത്തെ നമ്മുടെ പ്രിയങ്കരിയായ മന്ത്രി സൂചിപ്പിച്ചതുപോലെ കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുകൂടുന്ന വളരെ പ്രധാനപ്പെട്ട 2-3 ഉത്സവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ പട്ടികയിലാണ് കടയ്ക്കൽ തിരുവാതിര മഹോത്സവവും എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള സംഗതിയാണ്. അത് വർഷങ്ങളായി അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുംഭത്തിലെ തിരുവാതിരയാണ് പ്രധാനപ്പെട്ട ഉത്സവം. ഈ കടയ്ക്കൽ തിരുവാതിര മഹോത്സവത്തിൽ പുറത്ത് അറിയപ്പെടുന്നത് ഏറ്റവും പ്രസിദ്ധം ആയിട്ടുള്ളത് എടുപ്പ് കുതിരയും അതുപോലെ കെട്ടുകാഴ്ചയുമാണ്. ഈ എടുപ്പുകുതിര കാണുന്നതിന് നമ്മുടെ സമീപ പഞ്ചായത്തുകളിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ജില്ലയുടെയും ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ഒത്തുകൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ ആഘോഷവും ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടിയിട്ടും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാതെ വളരെ സമാധാനത്തോടെയും സംസ്കാര സമ്പന്നമായും ഈ ആഘോഷ പരിപാടികൾ ഇന്ന് സമാപിക്കുകയാണ്. അതിന് ഉത്സവാഘോഷ കമ്മിറ്റി വളരെ ഫലപ്രദമായി ഈ തിരുവാതിര മഹോത്സവത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അവരെയും ക്രമസമാധാന പരിപാലനത്തിന് ചുമതല ഏറ്റെടുത്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രത്യേകം ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ക്ഷേത്ര ഉത്സവങ്ങൾ നിങ്ങൾക്കറിയാം, അത് വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും മാത്രമല്ല, ഒരു സംസ്കാരത്തിൻ്റെ ഐക്യവും അതിനെ ശക്തിപ്പെടുത്തലുമാണ് ഉത്സവ ആഘോഷങ്ങൾ. ആചാരങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. അപ്പോൾ സംസ്കാരത്തെ കൂടെ ശക്തിപ്പെടുത്തുന്നതാണ്
ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉത്സവ ആഘോഷങ്ങൾ എല്ലാം അതങ്ങനെ തന്നെ ആകുകയും വേണം. സംസ്കാര സമ്പന്നമായ ഒരു നാടിനാണ് പുരോഗതി കൈവരിക്കാൻ കഴിയുന്നത്. ഇപ്പൊ സംസ്കാരം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് ഒരു സമൂഹത്തിൻ്റെ തന്നെ സംസ്കാരം നിലകൊള്ളുന്നു. അപ്പൊ ഇതുപോലുള്ള കേന്ദ്രങ്ങൾ എല്ലാത്തിനും അതീതമായി, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാ വിഭാഗവും ഒത്തുകൂടുന്ന ഒരു കേന്ദ്രമാണ് കടയ്ക്കൽ തിരുവാതിര ആഘോഷങ്ങൾ നടക്കുന്ന ഈ സദസ്സും വേദിയും. അത് ആ നിലയിൽ നമ്മുടെ നാടിന് പുറത്ത് വളരെ പ്രശംസയാണ് ആ കാര്യത്തിൽ പിടിച്ചുപറ്റി കൊടുത്തിട്ടുണ്ട്. ആ നിലയിൽ എല്ലാ വിഭാഗം ആളുകളും ഒത്തുകൂടുന്ന ഒരിടം എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ സംസ്കാരം കൂടുതൽ ശക്തിപ്പെടുത്തും. അപ്പോൾ ഈ ഉത്സവ ആഘോഷങ്ങൾ ഏറ്റവും നല്ല നിലയിൽ പൂർത്തിയാക്കുന്നതിന് ദേവസ്വം ബോർഡിൻ്റെ ഫലപ്രദമായ ഇടപെടലുകളെല്ലാം ഉണ്ട് എന്നാണ് ഞങ്ങളെല്ലാം കരുതിയിരുന്നത്. അപ്പൊ ചില പോരായ്മകൾ വന്നു എന്ന് അധ്യക്ഷൻ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കും. അതെല്ലാം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിൽ പരിഹരിക്കാമായിരുന്നതേ ഉള്ളൂ. ഇവിടെ ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം നിലനിൽപ്പിനും പുരോഗതിക്കും വേണ്ടി ഫലപ്രദമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പൊതു അനുഭവം. അപ്പോൾ ആ കാര്യത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തി അതെല്ലാം ഭാവിയിൽ നമുക്ക് നിശ്ചയമായും പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ സമാപന സമ്മേളനം അവസാനിച്ചുകൊണ്ട് 8 മണിക്ക് അടുത്ത പ്രോഗ്രാം ആരംഭിക്കേണ്ടതുണ്ട് എന്ന് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച സാഹചര്യത്തിൽ ഞാനിനി നീട്ടി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത്യാവശ്യം ചില വിശിഷ്ടാതിഥികൾ കൂടി ഇനിയിവിടെ സംസാരിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ചുരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കടയ്ക്കലമ്മയുടെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാന്ത്വന പദ്ധതിയുടെ ധനസഹായ വിതരണമാണ്. ആ ധനസഹായ വിതരണം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ SS ശാലിയെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ യോഗത്തിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മുടെ തിരുവാതിര മഹോത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റായ ശ്രീ പ്രിയ സുരേന്ദ്രൻ പിള്ള, സ്വാഗതം ആശംസിച്ച തിരുവാതിര മഹോത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറിയായ സുജീഷ് ലാൽ, നമ്മുടെ ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം കർമ്മം നിർവഹിച്ച നമ്മുടെ ബഹുമാനിയായ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയായ ശ്രീമതി ജെ ചിഞ്ചുറാണി അവർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീ N നസീർ, ഹിംസാറ്റിന്റെ ചെയർമാനായ ശ്രീ S വിക്രമൻ അവർ, ആദിയുമായ ശ്രീ സുരേഷ് ബാബു അവർ, കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാന്യനായ വൈസ് പ്രസിഡന്റ് B ആദർശ്, ആൽത്തറമൂട് വാർഡ് മെമ്പറും കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ശ്രീമതി ശ്യാമള സോമരാജൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ യോഗത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്ന തിരുവാതിര മഹോത്സവ കമ്മിറ്റിയുടെ ട്രഷററായ ശ്രീ സനൽ, ഏറ്റവും പ്രിയപ്പെട്ട ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ മഹോത്സവ കമ്മിറ്റിയുടെ ഭാരവാഹികളെ, എനിക്ക് മുമ്പേ സംസാരിച്ചവരെല്ലാം തന്നെ നമ്മുടെ തിരുവാതിര മഹോത്സവത്തെ കുറിച്ചെല്ലാം തന്നെ വളരെ വിശദമായി ഇവിടെ പറയുകയുണ്ടായി. ഒരു കടക്കൽക്കാരി എന്ന നിലയിൽ വളരെ അഭിമാനം തോന്നിയ ഒരു നിമിഷത്തിലാണ് ഞാൻ ഇന്നിവിടെ ഈ വേദിയിൽ ഒരു അംഗമാകാൻ എനിക്ക് സാധിച്ചതിൽ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്.
കടയ്ക്കൽ തിരുവാതിര എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കടയ്ക്കൽക്കാരുടെ ഉള്ളിലെല്ലാം തന്നെ നമ്മുടെ കടയ്ക്കൽ ദേശത്തിന്റെ നമ്മുടെ ഒരു അതായത് നമ്മുടെ ദേശത്തിന്റെ ദേശീയ ഉത്സവമാണ് കടയ്ക്കൽ തിരുവാതിര. കടയ്ക്കൽ തിരുവാതിര എന്ന് കേൾക്കുമ്പോഴും നമ്മുടെ ഈ 15 ദിവസത്തെ മഹോത്സവത്തിൽ പങ്കെടുക്കുമ്പോഴും ചെറിയൊരു അഹങ്കാരത്തോടെ തന്നെയാണ് നമ്മൾ എപ്പോഴും നമ്മുടെ കടയ്ക്കൽ തിരുവാതിരയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതും. അതുപോലെ തന്നെ മറ്റുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ കടയ്ക്കലിനെ അറിയപ്പെടുന്നത് തന്നെ നമ്മുടെ ഈ കടയ്ക്കൽ ദേവീക്ഷേത്രവും കടയ്ക്കൽ തിരുവാതിര മഹോത്സവവും എടുപ്പ് കുതിരയും കുത്തിയോട്ടവും നമ്മുടെ ഈ 10 ദിവസത്തെ അന്നദാനവും എല്ലാം നമ്മുടെ ദേശത്തെ അറിയപ്പെടാൻ നമ്മുടെ കടയ്ക്കൽ തിരുവാതിര നമ്മെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 15 ദിവസവും ഇത്രയും മനോഹരമായ രീതിയിൽ നല്ല അച്ചടക്കത്തോടും അതുപോലെ തന്നെ അതെന്താ പറയുക, മറ്റെങ്ങും ഇല്ലാത്ത തരത്തിൽ നല്ല രീതിയിലുള്ളൊരു ഉത്സവം കാഴ്ചവെക്കുവാൻ ഇതിന് പിന്നിൽ ഒട്ടനവധി പേർ രാപ്പകലില്ലാതെ അവരുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായാണ് ഇത്തരത്തിൽ നല്ല ഒരു മഹോത്സവം നടത്താൻ നമ്മുടെ ഇതിന്റെ ഭാരവാഹികൾക്ക് സാധിച്ചിട്ടുള്ളത്. പണ്ടൊക്കെ കടയ്ക്കൽ തിരുവാതിര എന്ന് കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരറ്റത്ത് നിന്ന് എൻ്റെ ചെറുതിലേക്ക് വീട്ടുകാർ കൊണ്ടുവന്ന് അതിൻ്റെ അതായത് നമ്മുടെ കുതിരയുടെ മുകൾ ഭാഗം മാത്രമേ ഞങ്ങളെ കാണിക്കത്തുള്ളായിരുന്നു. അതായത് അത്രയ്ക്ക് തിക്കും തിരക്കുമായിരുന്ന അവസരത്തിലും അതുപോലെ തന്നെ അന്നത്തെ ഒരു അവസ്ഥയൊക്കെ അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്ന് ആ അവസ്ഥയെല്ലാം മാറിക്കൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുതിരയെടുപ്പ് കാണാൻ വരുന്നതും കുതിര എടുത്ത് നടക്കുമ്പോൾ ഏറ്റവും കൂടുതലും കുതിരയോട് അടുത്ത് നിൽക്കുന്നത് സ്ത്രീകളാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ തവണ അതായത് അത്തരത്തിൽ മുമ്പ് സ്ത്രീകൾ വലുതായിട്ട് കുതിരയെടുപ്പൊന്നും കാണാൻ വീടുകളിൽ നിന്ന് കൊണ്ടുപോകാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതലും ഇപ്പോൾ തിരുവാതിര മഹോത്സവത്തിൽ കുതിരയെടുപ്പിന് വന്നപ്പോൾ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്, ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ കുതിരയെടുപ്പ് കാണാൻ എത്തിയത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. അത്തരത്തിൽ നമ്മുടെ സ്ത്രീകൾക്ക് ഒരു ഭയവുമില്ലാതെ നമ്മുടെ തിരുവാതിര മഹോത്സവത്തിൽ പങ്കെടുക്കുവാനും കുതിരയെടുപ്പ് കാണുവാനും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ഇന്നലെ നല്ല തിരക്കായിരുന്നു. ഇന്നലെയൊക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ സൂചി വീണാൽ പോലും അത്രയ്ക്കുള്ള ഒരു തിരക്കായിരുന്നു ഇന്നലത്തെ ഇവിടെ. ഈ 10 ദിവസത്തെ പരിപാടിക്കും അത്തരത്തിലുള്ള ഒരു തിരക്ക് നമുക്കിവിടെ കടയ്ക്കൽ പ്രദേശത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് ഈ കരക്കാരെല്ലാം തന്നെ ഈ 10 ദിവസവും ഓരോ പ്രദേശവും ഇന്ന് വരെയും ഒരു ഉത്സവ ആഘോഷത്തോടു കൂടിയാണ് കടന്നുപോയിട്ടുള്ളത്. അതുപോലെ തന്നെ തുടർന്നും ഓരോ പ്രാവശ്യവും നമ്മുടെ കടയ്ക്കൽ തിരുവാതിരയെ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കി മാറ്റുവാൻ നമ്മുടെ ഈ ഉത്സവ കമ്മിറ്റിക്കും അതുപോലെ തന്നെ ഈ കരക്കാരുടെയും കഠിന പ്രയത്നത്തിലൂടെ മാത്രമാണ് നമുക്ക് സാധിച്ചിട്ടുള്ളത്. തുടർന്നും ഇതിന് മനോഹരമായി അതായത് ഇതിന് നല്ല രീതിയിൽ അടുത്ത പ്രാവശ്യത്തെയും തിരുവാതിര നമുക്ക് ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ കടയ്ക്കൽ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് 2 ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷം വരെ സാനിറ്റേഷൻ പ്രവർത്തനങ്ങൾക്ക് വകയിരുത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് 2.5 ലക്ഷം രൂപ സാനിറ്റേഷൻ പ്രവർത്തനങ്ങൾ വകയിരുത്തുകയും അതുപോലെ തന്നെ ബയോബിന്നുകൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട് നമ്മുടെ ഈ ഉത്സവത്തെ എല്ലാവിധ കഴിഞ്ഞ പ്രാവശ്യത്തെയും കാട്ടി മികവോടുകൂടി നമ്മുടെ കടയ്ക്കൽ തിരുവാതിര സംഘടിപ്പിക്കുവാൻ നമ്മുടെ കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തും നമ്മുടെ 20 അംഗ ഭരണ സമിതിയും നമ്മുടെ ഉത്സവ കമ്മിറ്റിയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിച്ച് തുടർന്നും നമ്മുടെ കടയ്ക്കൽ തിരുവാതിരയ്ക്ക് എല്ലാവിധ ആശംസകളും നമ്മുടെ കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ഉണ്ടാകുമെന്നും കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെയും എന്റെയും പേരുള്ള എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി നമ്മുടെ കിംസാറ്റിന്റെ ചെയർമാൻ ശ്രീ വിക്രമൻ സർ അവരെ ആദരവപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു. ബഹുമാന്യ വളരെ സ്നേഹം നിറഞ്ഞ സദസ്സിലുള്ള പ്രസംഗിക്കുന്നതിന് എൻ്റെ നന്ദി പ്രസംഗത്തിനെ പറ്റിയല്ല. നമ്മുടെ ഈ തിരുവാതിര മഹോത്സവം മുമ്പെന്നത്തേക്കാളും നമുക്ക് മനോഹരമാക്കി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. ഇതിലെടുപ്പ് ദിവസം ഞാൻ സാധാരണ ഇതിലൂടെ പോകാറുള്ളതല്ല. ഇത്തവണ ഒരു കുതിര ഇങ്ങനെ കുറച്ച് എഴുതി ഘട്ടം വന്നപ്പോൾ ഒന്ന് എൻ്റെ കൂടെ തറയിൽ പോയി നോക്കിയായിരുന്നു.
ഇവിടെ ഷാനി പറഞ്ഞതുപോലെ നമ്മുടെ സഹോദരിമാർ ഈ കുതിരയുടെ തൊട്ട് പിന്നാലെ വരുന്നത് കാണുന്നത് അതൊരു അത്ഭുതകരമായ കാഴ്ചയാണ്. കാരണം മുമ്പ് അങ്ങനെ കുതിരെടുക്കുന്നതിനടുത്തൊന്നും നമ്മുടെ വനിതകൾ പോവില്ല, പോകാനൊക്കുന്ന അന്തരീക്ഷം അല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഉത്സാഹത്തോടെ ആർത്തിക്കാൻ വലിയൊരു മഹോത്സവം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ദേശത്തിൻ്റെ ഉത്സവം തിരുവാതിര നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചാരിതാർത്ഥ്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതിൽ ഉത്സവത്തിൻ്റെ നടത്തിപ്പേരായിട്ടുള്ള കുറേ ആളുകൾ വഹിക്കുന്ന പങ്ക് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. 10-16 ദിവസമായി ഒരു തൻ്റെ വാക്കുമച്ചത് പണിയെടുക്കുന്നതിൻ്റെ പേരിലാണോ ഇങ്ങനെയാണ്. ഒരു തരത്തിലുമുള്ള ഒരവസരം പോലും ഉണ്ടാകാതെ ഇത് പൂർത്തിയാക്കാൻ കഴിയും. ചില പ്രോഗ്രാമുകളൊക്കെ ദിവസത്തിലൊക്കെ നമുക്കിവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അപ്പുറത്തുള്ള ജനക്കൂട്ടമാണ്. അപ്പോഴും ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും അവശബ്ദം ഉണ്ടായതായി നമുക്ക് അനുഭവം ഉണ്ടായില്ല. ഇത് കാണിക്കുന്നത് നമ്മുടെ നാടിൻ്റെ പെരുമ കൊണ്ട് നമ്മുടെ വിപ്ലവത്തിൻ്റെ നാടാണെന്നുള്ള ഒരു യശസ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട് വികാസം പ്രാപിക്കുന്നതിന് ഇതിനെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാവണം നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവസാന ഘട്ടവും ഒന്ന് തന്നെയാവണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിൽ സഹകരിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും അതുപോലെ തന്നെ ഇതിനുവേണ്ടി പ്രതീക്ഷ എല്ലാ ആളുകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി ആശംസകൾ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഈ കുത്തിയോട്ടക്കളിക്കാരുടെ സമ്മാനദാനം നിർവഹിക്കുന്നതായി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ പുനലൂർ ആദ്യമാണ്. അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും മികച്ചപ്പെട്ട ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. ശ്രീ സുരേഷ് ബാബു സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട സുരേന്ദ്രപിള്ള, സ്വാഗതം ആശംസിച്ച പ്രിയ സുഹൃത്ത് സുജീഷ് ലാൽ, നമ്മുടെ ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനത്തിൻ്റെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി അവർകൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം നസീർ, കിംസാറ്റ് ചെയർമാൻ ശ്രീ എച്ച് വിക്രമൻ, അതോടൊപ്പം കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ഷാനി, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, വേദിയിലുള്ള ഉപദേശ സമിതി ഉത്സവ കമ്മിറ്റിയുടെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഈ നോട്ടീസ് പ്രകാരം എനിക്കൊരു സംസാരത്തിന് അവസരമില്ല, പ്രസംഗത്തിനല്ല പ്രവൃത്തിക്കാണ് എന്നെ ഇവിടെ ക്ഷണിച്ചിട്ടുള്ളത്. എന്തായാലും 2026 കടയ്ക്കൽ തിരുവാതിര ഒരു വേറിട്ട അനുഭവം തന്നെയാണ് നമുക്ക് സമ്മാനിച്ചത്. കടയ്ക്കൽ തിരുവാതിരയുടെ വിജയം എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ വിജയമാണ് എന്ന് ഒരിക്കൽ കൂടി ഈ 54 കരയിലെയും ചുണക്കുട്ടന്മാർ തെളിയിച്ചു. ഒരു വിള്ളലും കുത്തിത്തിരിപ്പും ഇതിനിടയിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്നൊരിക്കൽ കൂടി അവർ വളരെ ഭംഗിയായി തെളിയിച്ചു. നമുക്കറിയാം, 10,000 ഓരോ ഇടവഴികളിൽ കൂടെയും ഒഴുകുകയായിരുന്നു ഇന്നുവരെ. നമ്മുടെ ഇരിക്കുന്നവർ ഈ വേദിയിലുള്ളവരുടെ പ്രസംഗം കേട്ട് കൈയടിക്കാനല്ല ഇരിക്കുന്നതെന്നറിയാം. അമ്മയുടെ തിരുമുടി ദർശനം കണ്ട് സായുജ്യം അടഞ്ഞ് പോകാൻ വേണ്ടി ഇരിക്കുന്നവർ തന്നെയാണ്. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈ വർഷത്തെ ഏറ്റവും നല്ല കെട്ടുകാഴ്ചയ്ക്കുള്ള അവാർഡ് സമ്മാനിക്കുന്നതിന് വേണ്ടിയാണ്. അതോടൊപ്പം എന്നെ ഈ കർത്തവ്യത്തിനായിട്ട് ക്ഷണിച്ച ഭാരവാഹികൾക്കുള്ള നന്ദി അറിയിക്കുന്നു. അടുത്ത കുംഭമാസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. അപ്പോൾ ഈ സമ്മേളനത്തിനും എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.
അടുത്തതായി കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ആദർശിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചറാണ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനികൾ. ഒരു ദീർഘമായ സംസാരത്തിലേക്കൊന്നും മുതിരുന്നില്ല. നമ്മുടെ കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് കടയ്ക്കലിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കാർഷിക വിപ്ലവത്തിൻ്റെ നാടാണ് കടയ്ക്കൽ. 1931 നടന്ന കാർഷിക വിപ്ലവത്തിൻ്റെ സ്മരണകൾ, ചരിത്രവുമെല്ലാം കടയ്ക്കൽ ദേവീക്ഷേത്രത്തിൻ്റെ ഹൃദയവുമായി ചേർത്ത് വയ്ക്കാതെ നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും നമുക്ക് എത്രയോ തിരുവാതിര മഹോത്സവം കടന്നുപോയിരുന്നു. ഇനിയും എത്രയോ തിരുവാതിര മഹോത്സവങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നു. ചരിത്രം മാറിക്കൊണ്ടേയിരിക്കും. ആ ചരിത്രം മാറുമ്പോഴും ആ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാം മാറിക്കൊടുക്കപ്പെടേണ്ടി വരും. എന്നാൽ ആ ചരിത്രത്തിൻ്റെ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും നമ്മുടെ ഈ തിരുവാതിരയുടെ മനനാദം അന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഈ മഹത്തരമായിട്ടുള്ള ഈ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഈ മഹോത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശംസ നിർദ്ദേശിച്ചുകൊണ്ട് ഈ സമാപന യോഗത്തിൽ ആശംസ നിർദ്ദേശിക്കുന്നു. അഭിവാദിക്കുന്നു. അടുത്തതായി ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ സുനിൽകുമാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ സുരേന്ദ്ര സാർ, സ്വാഗതം പറഞ്ഞുപോയ നമ്മുടെ ഉത്സവ കമ്മിറ്റി സെക്രട്ടറി സുജീഷ് ലാൽ, ഇത് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ മിനിസ്റ്റർ, ബ്ലോക്ക് പ്രസിഡന്റ്, കിംസാറ്റിൻ്റെ ചെയർമാൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനി. ഞാൻ ഈ ആട്രമൂടിൻ്റെ ഡിവിഷൻ ബ്ലോക്ക് മെമ്പറാണ്. അതിലുപരി 18 വർഷമായി ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ്, ഉത്സവ കമ്മിറ്റി അംഗമാണ്. കഴിഞ്ഞ 2 വർഷക്കാലം ഇതിൻ്റെ ഉപദേശസമിതി അംഗമായിരുന്നു. ഈ ക്ഷേത്രവും ഇതിൻ്റെ പരിസരത്തുമുള്ള ഊട്ടുപുരയുള്ള ഉൾപ്പെടെയുള്ള ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിയിൽ അതിൻ്റെ നടത്തിപ്പിൽ ഒരു ഭാഗമാവാൻ കഴിഞ്ഞാൽ അഭിമാനമുള്ളൊരു വ്യക്തിയാണ്. ഇന്ന് ഇതിൻ്റെ കടാക്ഷത്താൽ തന്നെ ഇവിടെ വന്നു നിൽക്കാൻ നിൽക്കുന്നതിൽ അഭിമാനവും സന്തോഷവും എനിക്കുണ്ട്. ഏതെല്ലാം കുത്തിത്തിരിപ്പുകളുണ്ടായാലും എന്തൊക്കെ ഉണ്ടായാലും മതസൗഹാർദ്ദത്തിന് പേര് കേട്ട കടയ്ക്കൽ ഈ തിരുവാതിര മഹോത്സവം ഇത്ര ഗംഭീരമാക്കി തീർക്കാൻ അസാന്ദ്രം പരിശ്രമിച്ച ഇതിലെ ഓരോ വ്യക്തികളെയും, ഉത്സവ കമ്മിറ്റിയെയും, ഉപദേശസമിതി അംഗങ്ങളെയും 1000 കടപ്പാടും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇതിനെ ക്ഷണിച്ച എല്ലാവരും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ തിരുവാതിരയിൽ പങ്കെടുത്തിട്ടുള്ള ഈ കുരിശി നാളിൽ ഇന്നിവിടെ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യവും സന്തോഷവും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആൽത്തറമൂട് വാർഡ് മെമ്പർ ശ്രീ ശ്യാമള സോമരാജനെ ക്ഷണിക്കുന്നു. സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമാൻ സുരേന്ദ്രൻ പിള്ള അവർ സ്വാഗതം ആശംസിച്ച ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ സുജീഷ് അവർ ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി അവർ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം നസീർ, നമ്മുടെ കിംസാറ്റ് ഹോസ്പിറ്റലിൻ്റെ ബഹുമാന്യനായ ചെയർമാൻ ശ്രീ എസ് ദീർഘമാൻ, കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ഷാനി എസ് എസ് തുടങ്ങി ഈ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഏറ്റവും പ്രിയമുള്ള ഭക്തജനങ്ങളെ, നമ്മുടെ 2026 കടയ്ക്കൽ തിരുവാതിര മഹോത്സവം നമ്മുടെ ഫെബ്രുവരി 21-ാം തീയതി കൊടിയേറി മാർച്ച് 7 ഇന്ന് 12 മണിക്കുള്ള ഗുരുസിയോടുകൂടി സമാപിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കടയ്ക്കലിൻ്റെ സംസ്കാരത്തെ വിളിച്ചറിയിക്കുന്ന രീതിയിൽ നമ്മുടെ ജാതിമത ഭേദമന്യേ ഒരു നിറവ്യത്യാസവും മറ്റൊന്നുമില്ലാതെ തന്നെ ഒറ്റ മനസ്സോടെ നമ്മൾ കടയ്ക്കൽ പ്രദേശത്തുകാർ നെഞ്ചിലേക്കുന്ന കടയ്ക്കൽ തിരുവാതിര മഹോത്സവം
വളരെ ഭംഗിയായി ഇന്ന് 12 മണിയോടുകൂടി ഇന്നിവിടെ സമാപിക്കുകയാണ്. ഈ മഹോത്സവം ഇത്രയും ഭംഗിയാക്കി ഇവിടെ നമുക്ക് ഒരുക്കി തീർക്കുവാൻ കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പലരും പേരും എടുത്ത് പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ അനേകം ജനങ്ങളുടെ സേവനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഉത്സവ കമ്മിറ്റിയുടെ പ്രവർത്തനവും അതുപോലെ ഉപദേശക സമിതി, നമ്മുടെ കരക്കാരുടെ എല്ലാവരുടെയും സഹകരണം, ക്രമസമാധാനം, ഇങ്ങനെ ഒട്ടനവധി പേരെടുത്ത് പറയാൻ പറ്റാത്തതായ രീതിയിലുള്ള ജനങ്ങളുടെ രാത്രിയും പകലും ഇല്ലാതെ ദിവസങ്ങൾക്ക് മുൻപുള്ള പ്രയത്നത്തിന്റെ ഫലമാണ് നമ്മുടെ ഈ കടക്കൽ തിരുവാതിര ഇത്രയും മനോഹരവും ഗംഭീരവും നല്ല സമാധാനപരമായി നമുക്കിവിടെ നടത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും നമുക്ക് ഇനി അടുത്ത ഒരു 2027 കുംഭമാസത്തിലെ തിരുവാതിര നാളിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഞാനും നിങ്ങളുമൊക്കെ. ഇവിടെ എല്ലാ സമയത്തിന്റെ ഒരു കുറവുകൊണ്ട് അധികമൊന്നും സംസാരിക്കുന്നില്ല. ഈ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളെയും അതുപോലെ തന്നെ ഉപദേശക ഭാരവാഹികളെയും ദേവസ്വം ബോർഡിനെയും അതുപോലെ തന്നെ മറ്റിതിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരെയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച തിരുവാതിര മഹോത്സവം ഇത്ര മഹനീയമാക്കി തീർക്കാൻ പ്രവർത്തിച്ച ഓരോ ജനങ്ങളെയും ഈ ആത്രമൂട് വാർഡിന്റെ പേരിൽ ആശംസകളും കടപ്പാടും അറിയിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ കടക്കൽ SHO ശ്രീ സുബിൻ തങ്കച്ചൻ സാറാണ്. അദ്ദേഹത്തിന് ഇലക്ഷൻ പ്രമാണിച്ച് ട്രാൻസ്ഫർ ആയിരുന്നു. നമ്മുടെ ഉത്സവ കമ്മിറ്റി SP-ക്ക് റിക്വസ്റ്റ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഉത്സവം കഴിയും വരെ ഇവിടെ നിലനിർത്തിയത്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമായ കടക്കൽ തിരുവാതിര മഹോത്സവം ഇന്ന് സമാപനം കുറിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ഞാൻ അറിയിച്ചു കൊള്ളുന്നു. വളരെ നല്ല രീതിയിൽ മഹോത്സവം നടത്താൻ പ്രയത്നിച്ച ക്ഷേത്രോപദേശക സമിതിയെയും ഉത്സവ കമ്മിറ്റി ഭാരവാഹികളെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. കഴിഞ്ഞ 15 ദിവസമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ അനുഗ്രഹം തുടർന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി സാന്ത്വനപത്രികയുടെ വിതരണമാണ്. അതിനെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷേത്ര ഉപദേശ സമിതിയുടെ സെക്രട്ടറി ശ്രീ അൻമോനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനികൾ, ഇവിടെ മുന്നേ സംസാരിച്ചവർ തിരുവാതിരയെക്കുറിച്ചെല്ലാം സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിലും വിശദമായ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചതാണ്. തിരുവാതിരയുടെ ഭാഗമായി ആഘോഷവും ഉത്സവവും ഒക്കെ നടക്കുമ്പോഴും ഈ നാട്ടിലെ സാധാരണക്കാരായ ഈ നാട്ടുകാരെ സഹായിക്കുക എന്നുള്ളത് കൂടി വർഷങ്ങളായി ക്ഷേത്ര ഉപദേശ സമിതി ഉത്സവ കമ്മിറ്റിയും ചേർന്ന് നടപ്പിലാക്കുന്നതാണ്. തുടക്കത്തിൽ തന്നെ ഏതാണ്ട് 60ഓളം അപേക്ഷകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത്രയും പേർക്കും ധനസഹായം നൽകുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട് അവരുടെ സാമ്പത്തിക ചുറ്റുപാടും അവരുടെ പ്രായമൊക്കെ നോക്കിയിട്ട് ഏതാണ്ട് 26 പേരെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത്രയും പേരെ ഇന്ന് ഈ വേദിയിൽ വെച്ച് അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതാണ്. അതിനുവേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് നസീർ സാഹിബിനെ ക്ഷണിക്കുവാൻ. അമ്പിളി അനീഷ് ഭവൻ ആറ്റുപുറം. ഈ പേര് വിളിക്കുന്നവർ വേദിയിൽ വന്ന് ചികിത്സാ ധനസഹായം കൈപ്പറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അമ്പിളി അനീഷ് ഭവൻ ആറ്റുപുറം. അടുത്തതായി അഭിനന്ദ് പുഷ്പൻ, കൊടിയനാംകുഴിയിൽ വീട്, ഇടത്തറ. വിനേഷ് വിനോദ് ഭവൻ, ഏറ്റുകടവ്. ഈ ചികിത്സാ ധനസഹായം കൈപ്പറ്റാൻ എത്തിയിട്ടുള്ളവർ വേദിയിൽ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുക. സരള സീന മന്ദിരം, വെള്ളാർവട്ടം. അഖിൽ ആര്യഭവൻ, മുരുക്കുമൺ.
ദീപക് ചെന്നിലത്തുപുത്തൻ വീട് മുകുന്നേരി, സുനിൽ കെ അപർണ ഭവൻ കുമ്പളം, മോഹനൻ ശ്രീദേവി സദനം ആഴന്തക്കുഴി, ഹസീന മനസ്സിൽ മണലിവട്ടം, രാമചന്ദ്രൻ നായർ കുന്നുള്ള വീട് ഗോവിന്ദമംഗലം, ദിവ്യ എസ് ആമ്പാടി ഹൗസ് പാങ്ങലുകാട്, ബാബു സ്നേഹാഭവൻ പിലപ്പേക്കോണം, നിസാൽ കൃഷ്ണവിലാസം ഇളമ്പഴിനൂർ, എസ് സാന്ദ്രമോൾ പഴങ്കിമാമള വീട് കോട്ടുക്കൽ, സുനിത മണത്തിലെഴുത്ത് വീട് ആൽത്രമോട്, സോമൻ ലാൽ വിലാസം ആനപ്പാറ, അനിയൻ കരിക്കകത്തിലെ വീട് ശരിപ്പറമ്പ്, മനോഹരൻ ആർ കോണത്തുപുത്ര വീട് തൃക്കണ്ണാപുരം, പ്രഭ വിശ്വാസ് ഭവൻ കുറ്റിക്കാട്, വിഷ്ണു കെ കൃഷ്ണവിലാസം വയ്യാനം, ബാലൻ കുഴിയിൽ വീട് ഇയങ്കോട്, ബാലൻ കടയിൽ വീട് ഇയങ്കോട്, അനിൽകുമാർ എം ശരിവിള വീട് കടമാൻമൂട് പുല്ലുവട, നിസാൽ കൃഷ്ണവിലാസം വിളമ്പനൂർ. അത് നൽകുന്നത് കടയ്ക്കൽ കുന്നത്തെ വീട്ടിൽ ടി സന്തോഷിന്റെ സ്മരണയ്ക്കായി ചൈതന്യപാൽ കോളേജ് സുഹൃത്തുക്കൾ നൽകുന്ന ചികിത്സാ ധനസഹായമാണ്. ഏറ്റുവാങ്ങുന്നതിന് നിശാലിനെയും അത് വിതരണം നൽകുന്നതിന് ചൈതന്യപാൽ കോളേജ് സുഹൃത്തുക്കളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വരില്ല. അനിമകരോട് നിൽക്കുന്നതിന് മുഖത്ത് പെട്ടെന്ന് അറിയില്ലല്ലേ. മാറ്റാറുണ്ട്. ആ ഇനിയിപ്പോൾ അതിനെ ചെയ്യാൻ പറ്റുന്ന മാറ്റാൻ പറ്റും. ഇതിന് വലിയ നോക്കണ്ടേ, കത്തിയിരിക്കുമല്ലോ. ഇപ്പം കയറണ്ട. വേണ്ട മൈക്ക് കോഫിയാണ് സംസാരിക്കാത്ത മൈക്ക് കോഫി. അടുത്തതായി കുത്തിവെട്ടക്കളി രാഹുൽ
അടുത്തതായി കുത്തിയോട്ടക്കളി മത്സരത്തിന്റെ സമ്മാനദാനമാണ്. വിളിക്കുന്ന ടീമംഗങ്ങൾ വേദിക്ക് ഫ്രണ്ടിലേക്ക് വന്ന് സമ്മാനം ഏറ്റുവാങ്ങേണ്ടതാണ്. സമ്മാനം നൽകുന്നതിന് കിംസാറ്റിന്റെ പ്രിയപ്പെട്ട ചെയർമാൻ എസ് വി രണ്ടാം സമ്മാനം നാഗരാജ കുത്തിയോട്ട സമിതി. മൂന്നാം സമ്മാനം ശ്രീ ഭദ്രകാളി കുത്തിയോട്ട സമിതി വയല. ഏറ്റവും നല്ല പാട്ടുകാരൻ പുലരി എ.ടി. മൊമന്റെ കൂടിയുണ്ട്. അടുത്തതായി ഒരു എൻഡോമെന്റ് വിതരണമാണ്. ആൽത്രമൂട് കാവലികത്ത് വീട്ടിൽ ശശിധരൻപിള്ള സാറിന്റെ സ്മരണയ്ക്ക് കുടുംബാംഗങ്ങൾ പഠനത്തിന് മികവ് പുലർത്തുന്ന നിർത്തരായ വിദ്യാർത്ഥികൾക്ക് 5000 രൂപ എൻറോൾമെന്റ് നൽകുന്നു. ഈ എൻറോൾമെന്റ് വാങ്ങുന്നത് UPS സ്കൂളിലെ അധ്യാപകനാണ്. പ്രിയപ്പെട്ട ദിലീപ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൊടുക്കുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട ഷാനി എസ്.എസിനെ ക്ഷണിക്കുന്നു. അടുത്തതായി കെട്ടുകാഴ്ച സമ്മാന വിതരണം നൽകുന്നതിനായി പ്രിയപ്പെട്ട RDO സുരേഷ് സാറിനെ ക്ഷണിക്കുകയാണ്. ആദ്യം നിശ്ചല ദൃശ്യം. ഒന്നാം സ്ഥാനം രൗദ്രമഹാകാളി കുറ്റിക്കാട് കര. ആർട്ടിസ്റ്റ് അരുൺ കുറ്റിക്കാട് അണിയിച്ചൊരുക്കിയ രൗദ്രമഹാകാളി. തുടർച്ചയായി 3-ാം വർഷമാണ് കുറ്റിക്കാട് കര 1ാം സമ്മാനത്തിന് അർഹനാവുന്നത്. ചേട്ടാ നിങ്ങൾ ഈ സൈഡ് നിൽക്കുമോ? കുറ്റിക്കാട് കര ഈ സൈഡ് നിൽക്കും. അപ്പോൾ അവിടെ തരുമ്പോൾ
വികാസന അതുകൊണ്ട് ഇപ്പുറത്ത് പോവാം. എങ്ങോട്ട് എന്നിട്ട് ആറ് മാറായി വാ ഓരോരുത്തർ കയറി വാ. ചേട്ടൻ ബാക്കിലോട്ട് വാ വേണ്ട സൈഡിലോട്ടിക്കോ. ഇനി മതി ഫോട്ടോ അടിച്ചത് 10-40 എല്ലാവരും തുടർച്ചയായി 3 വർഷം കുറ്റിക്കാട് കരയിൽ ഒന്നാം സമ്മാനം കെട്ടുകാഴ്ച അവതരിപ്പിച്ച ആർട്ടിസ്റ്റ് അരുൺ കുറ്റിക്കാടിന് കരക്കമ്മിറ്റിയുടെ ആദരം നൽകുന്നു. അതെല്ലാം കൊടുത്തോ? അവരെ കൊണ്ടുവച്ചോളൂടെ. അവിടെ പോണേ ഒന്ന്. പ്രിയപ്പെട്ട അരുൺ കുറ്റിക്കാടിന് കുറ്റിക്കാട് കരയുടെ സ്നേഹാദരം നൽകുന്നു. പ്രിയപ്പെട്ട മന്ത്രി ചിഞ്ചുറാണി പൊന്നാടയണിച്ച് ആദരിക്കുന്നു. നിശ്ചല ദൃശ്യം 2ാം സമ്മാനം ദുർഗമാസുര വിഗ്രഹം. കുന്നിൻപുറത്ത് കര അവതരിപ്പിച്ച ദുർഗമാസുര വിഗ്രഹം ആർട്ടിസ്റ്റ് അജിൻ അളകാപുരി മധുര. ചേട്ടാ ഈ സൈഡിൽ നിന്നാണ്. വേണ്ട ഒന്നും ഒതുങ്ങിയെന്നാണോ വേണ്ട. ല്ല ഒരു കേട് കൂടെ അടുത്ത കൊണ്ട് തരാൻ വേണം. അടുത്ത കൊണ്ട് തരാൻ വേണം. 3ാം സമ്മാനം ദാനവേന്ദ്രൻ വിഗ്രഹം. വാച്ചിക്കോണം കര അവതരിപ്പിച്ച ദാനവേന്ദ്രൻ വിഗ്രഹം. അവതരണം അബി ആർട്സ് കൊല്ലം. ഇതിൻ്റെ കസറായിട്ട് വരല്ലേ മൊത്തം കുരുങ്ങി പോകും. നാലാം സമ്മാനം ഋഷഭ ഭൈരവൻ. കാറ്റാടിമൂട് കര അവതരിപ്പിച്ച ഋഷഭ ഭൈരവൻ. അവതരണം ഈഗിൾസ് കിടങ്ങയം. അടുത്ത ചലിക്കുന്ന കെട്ടുകാഴ്ച. 1ാം സമ്മാനം ശ്രീ രൗദ്രമുഖി. പേരൂട്ടുകാവ് കര അവതരിപ്പിച്ച ശ്രീ രൗദ്രമുഖി ആർട്ടിസ്റ്റ് JD ഗോപൻ കൊല്ലം.
മോനെ മോനെ എടാ ഇങ്ങോട്ട് തിരിഞ്ഞേക്ക്. അവിടെ അവിടെ ഓക്കെ ട്രോഫി എടുത്തോ. എടാ അവിടെ തരുവിടാ, അത് വാങ്ങിക്കുക. വളരെ വിരളിയാ. രണ്ടാം സ്ഥാനം ശ്രീ മഹാദേവ വൃഷഭഭാവാകാരം പട്ടാണിമുക്കുകര. അവതരണം വൈഗ ആർട്സ് തട്ടാമല. ഇപ്പുറത്തില്ല ഏറ്റവും നല്ല കെട്ടുകാഴ്ച അണിയിച്ചൊരുക്കുന്ന ശില്പിക്ക് ക്ഷേത്ര ഉപദേശക സമിതി നൽകുന്ന ഉപഹാരം. കുറ്റിക്കാട് കരയിൽ നിന്ന് അവതരിപ്പിച്ച രൗദ്ര മഹാകാളി കെട്ടുകാഴ്ച അവതരിപ്പിച്ച ആർട്ടിസ്റ്റ് അരുൺ കുറ്റിക്കാട്. അടുത്തതായി സ്റ്റിൽ പ്ലോട്ടിനുള്ള മികച്ച ലൈവ് അനൗൺസ്മെന്റ് ഉമേഷ് ദുർഗമാസുര വിഗ്രഹം കുന്നുംപുറ. കയ്യല്ലേ എന്നും പറഞ്ഞു അതന്നെ അതൊരു പ്രോഗ്രാം വയ്ക്കല്ലേ. കടകൽ ദേവീ ക്ഷേത്രത്തിലെ പ്രധാന അനുഷ്ഠാന ആചാരമായ കുത്തിയോട്ടം അതിന്റെ പാരമ്പര്യ തനിമയോടെ നിലനിർത്തുന്നതിനും പുതിയ തലമുറയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി തിരുവാതിര ദിവസം നടക്കുന്ന കുത്തിയോട്ടത്തിൽ പങ്കെടുക്കുന്ന ആൺകുട്ടികളുടെയും കുരിശിയോടനുബന്ധിച്ചുള്ള താലപ്പൊലിയിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികളുടെയും ഏറ്റവും നന്നായി പാരമ്പര്യ അനുഷ്ഠാന വേഷം ധരിച്ച് അമ്പല പരിസരത്ത് ചിത്രീകരിച്ച ഫോട്ടോകളിൽ നിന്നും തെരഞ്ഞെടുത്തവയ്ക്ക് പാവല്ല മംഗല്യവേദി സ്പോൺസർ ചെയ്യുന്ന പ്രത്യേക സമ്മാനം. കുത്തിയോട്ടം ഒന്നാം സമ്മാനം ശിവവേദ് സംഗീത ഭവൻ പനച്ചുവിള ഇടമുളയ്ക്കൽ അഞ്ചൽ. 2000 രൂപ ക്യാഷ് അവാർഡും മൊമന്റോയും നൽകുന്നു. രണ്ടാം സമ്മാനം നവനീത് നിതിൻ ഷിബു മന്ദിരം ആളുകുന്നം ആൽത്രമൂട്. 1000 രൂപ ക്യാഷ് അവാർഡും മൊമന്റോയും നൽകുന്നു. താലപ്പൊലി ഒന്നാം സമ്മാനം ജ്വാല ജോഷ് കരിക്കുളത്തിൽ വീട് കോട്ടപ്പുറം. 2000 രൂപ ക്യാഷ് അവാർഡും മൊമന്റോവും നൽകുന്നു. രണ്ടാം സമ്മാനം സിന്ദ രതീഷ് കല്ലിൻകൂട്ടത്തിൽ വീട് ഇളമ്പഴന്നൂർ. അടുത്തതായി ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കുള്ള ഉപഹാരമാണ്. ആദ്യമായി കടക്കൽ SHO നമ്മുടെ കടക്കൽ തിരുവാതിര മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇത്രയും ജനലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വരുമ്പോൾ അവർക്കെല്ലാം ഒരു ബുദ്ധിമുട്ടും വരാതെ ഈ തിരുവാതിര കാണുവാനും ഈ തിരുവാതിര മനോഹരമാക്കാനും സഹായിച്ച
നമ്മുടെ കടക്കലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട SHO സുബിൻ തങ്കച്ചൻ സാറിനും SI ഷിജു സാറിനും കടക്കൽ ക്ഷേത്രോപരി സമിതിയുടെ ഉപഹാരം നൽകുന്നു. അടുത്തതായി കേരളത്തിലെ ഏറ്റവും നല്ല ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട കടക്കലിൻ്റെ പ്രിയപ്പെട്ട സുരേഷ് സാറിനുള്ള സ്നേഹോപകാരമാണ്. അത് ഏറ്റുവാങ്ങാൻ ഏറെ ആദരവോടെ ക്ഷണിക്കുകയാണ്. അടുത്ത ഉപഹാരം ഏറ്റുവാങ്ങുന്നത് മഹാശിവക്ഷേത്രത്തിൽ നവരാത്രി മണ്ഡപം വഴിപാടായി സമർപ്പിക്കുന്ന പ്രിയപ്പെട്ട CP സുരേഷ് അവர்களാണ്. അദ്ദേഹത്തെ മൊമന്റോ ഏറ്റുവാങ്ങാൻ ഏറെ ആദരവോടെ ക്ഷണിക്കുകയാണ്. അടുത്തതായി നമ്മുടെ വർഷങ്ങളായി നമ്മുടെ ചിരകാല അഭിലാഷമായിരുന്ന നമ്മുടെ അറപ്പുര വീണ്ടും പുതുക്കിപ്പണിഞ്ഞ് അതിമനോഹരമായി നമുക്ക് പണിതു തന്ന പ്രിയപ്പെട്ട പള്ളിയമ്പലം ജയചന്ദ്രനാണ്. അവരുടെ ഉപഹാരം സ്വീകരിക്കാൻ ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കാണത്തില്ല. അടുത്തതായി ഈ യോഗത്തിന് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി തിരുവാതിര മഹോത്സവ കമ്മിറ്റിയുടെ ട്രഷറർ ശ്രീ സനൽ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ സുരേന്ദ്രപിള്ള സാർ, സ്വാഗതം ആശംസിച്ച ഉത്സവ കമ്മിറ്റി സെക്രട്ടറി സുജീഷ് ലാൽ, ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീ ചിഞ്ചു റാണി അവർ കളക്കൽ തിരുവാതിര മഹോത്സവം സമാപിക്കുകയാണ്. രാത്രിയിലുള്ള തിരുവാതിര മഹോത്സവം ആഹ്വാനമാക്കാൻ അതിന്റെ സമാപന സമ്മേളനവും ഈ ഉത്സവത്തിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി ഉത്സവ കമ്മിറ്റിയോടൊപ്പം കാഴ്ചകളും മറ്റുമൊക്കെ അംഗങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മെമ്പർമാർ അസിസ്റ്റന്റ് കമ്മീഷണർ സബ് ഗ്രൂപ്പ് ഓഫീസർ തുടങ്ങിയ ഉദ്യോഗസ്ഥർ ഉത്സവത്തിന്